കർണാടക ഹാസനിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അവിടെ അടിമവേല ചെയ്യുന്നു എന്ന വിവരം വരുന്നു. കൃഷിയിടത്തിലാണ് അടിമവേല ചെയ്യുന്നത്. മലയാളി അടക്കം 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തിയെന്ന വിവരവുമുണ്ട്. പുത്തിക സ്വദേശി ഉദയനെ കർണാടക പോലീസും റവന്യൂ വിഭാഗവും ചേർന്ന് രക്ഷപ്പെടുത്തി. ഭക്ഷണമില്ല, ശുണ്ഠി പണിക്കിട്ട് കൊണ്ടുപോയതാണ്. അവിടെ പോയിട്ട് നമുക്ക് ശമ്പളം കൊടുക്കില്ല, ഭക്ഷണമില്ല. ഞാൻ 1 വർഷം എടുത്തു. പിന്നെ 1 വർഷം ശുണ്ഠി ഇഞ്ചിൻ്റെ പണിയെടുത്തുണ്ട്. അതിൽ 3 വർഷം പണിയെടുത്തവരുണ്ട്, 4 വർഷം പണിയെടുത്തവരുണ്ട്. ഭക്ഷണം കൊടുക്കൂ, രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം. ഉച്ചക്ക് അത് ഉണ്ടാകില്ല. കുടിക്കാനും എന്തൊരു സൗകര്യമില്ല. അത് ഒരു ഫോണും നമുക്ക് തരില്ല, സംസാരിക്കാൻ ഫോൺ തരില്ല. ഞങ്ങൾക്ക് രാവിലെ ഒരു ഷെഡുണ്ട്, അതിൽ കൂട്ടിയിട്ട് അവർ പോകും. പ്രദീപ് നാരായണൻ വിവരങ്ങളുമായി. പ്രദീപ്, ഉദയൻ പറയുന്നത് കഴിഞ്ഞ 1 വർഷമായി ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു എന്നതാണ്. ഭക്ഷണമോ വെള്ളമോ ഒന്നും നൽകാതെയുള്ള പീഡനമാണ്. 3-4 വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. എങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിഞ്ഞത്? ആരാണിതിന് പിന്നിൽ എന്നൊക്കെയുള്ളത് കണ്ടുപിടിച്ചോ? അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോ? അനുജ, തീർച്ചയായും. അതായത് ഉദയൻ പറയുന്ന പ്രകാരം 18 പേരാണ് അവിടെ ഇഞ്ചിത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷേ ആ 18 പേരിൽ 3-4 വർഷമായി ജോലി ചെയ്യുന്നവരുണ്ട് എന്ന് ഉദയൻ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുടെ മാതാവ് കർണാടക ഹാസൻ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുകയും അങ്ങനെയാണ് പോലീസും റവന്യൂ വകുപ്പും ചേർന്ന് ഈ ഷെഡ് കണ്ടെത്തുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനം ആ തൊഴിലിടത്തിൽ നടന്നു എന്ന് തന്നെയാണ് ഉദയന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഉദയൻ പറയുന്ന പ്രകാരം ഉദയനെ മംഗലാപുരത്ത് നിന്നാണ് ഈ പറയുന്ന ആളുകൾ നാഗരാജ് മോഹനേഷ് എന്നിവരാണ് ഇവിടേക്ക് തൊഴിലിനായി കൊണ്ടുപോകുന്നത്. ഉദയൻ പറഞ്ഞ പ്രകാരം മംഗലാപുരത്ത് തൊഴിലന്വേഷിച്ച് താനെത്തുകയും അവിടെ ഉണ്ടായിരുന്ന 2 പേർ വന്ന് തൊഴിൽ വേണമെന്ന് ചോദിച്ചു. തൊഴിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദിവസക്കൂലി 700 രൂപ, കാപ്പിത്തോട്ടത്തിലാണ് ജോലി, ദിവസക്കൂലി 700 രൂപ, താമസം ഭക്ഷണം എന്നിവ സൗജന്യമാണ് എന്ന് പറയുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റു 4 പേരോടൊപ്പം തന്നെയും ചേർത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കർണാടക ചിക്കമംഗ്ലൂരിനടുത്ത ഹാസൻ താലൂക്കിലെ ചട്ടനഹള്ളി എന്ന സ്ഥലത്താണ് തൊഴിലിനായി കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ കാപ്പിത്തോട്ടമല്ല, ഇഞ്ചിത്തോട്ടമായിരുന്നു. ഈ ഇഞ്ചിത്തോട്ടത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ രാവിലെ 6 മണിക്ക് ഇവരെ ഒരു പിക്കപ്പ് വാനിൽ കൊണ്ടുപോകും. ചിലപ്പോൾ 6 മണിക്ക് മുൻപായി ചിലപ്പോൾ കഞ്ഞി അല്ലെങ്കിൽ ചോറ് ലഭിക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം മാത്രമാണ് ഭക്ഷണം ലഭിക്കുക. അതിനിൽ കുടിക്കാൻ വെള്ളം പോലും ലഭിക്കാറില്ല. ഒരുപക്ഷെ രാവിലെ നേരിട്ട് കൊണ്ടുപോയി ഉച്ചയ്ക്ക് 1 മണിക്ക് ജോലി നിർത്തിയാൽ ചിലപ്പോൾ ഭക്ഷണം ലഭിച്ചാലായി. എന്നിങ്ങനെയാണ് ഉദയകുമാർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രൂരമായ ഒരു തൊഴിൽ പീഡനം തന്നെയാണ് ആ ഇഞ്ചിത്തോട്ടത്തിൽ ഇവർ നേരിട്ടിരുന്നത്. ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും അവിടെ ജോലിക്കുണ്ടായിരുന്നു എന്നും ഉദയകുമാർ പറയുന്നു. മറ്റൊരു കാര്യം, ഉദയകുമാറിനെ കൂടാതെ കൊല്ലം സ്വദേശി അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ നാട്ടിലെത്തിയെന്ന് കൂടി ഉദയകുമാർ പറയുന്നുണ്ട്. ഉദയകുമാറിനെ ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തത് കഴിഞ്ഞ മാസം മാർച്ച് 4-നാണ് എന്നാണ് അവരുടെ റിലീസ് ഓർഡറിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനുശേഷം അവിടെ ഒരു റെസ്ക്യൂ ഹോമിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇത് അവിടെ ഹാസനിലെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസർമാർ 3. അതെ, കർണാടകയിലെ ഹാസനിലാണ് കൃഷിയിടത്തിലുള്ള അടിമവേല. വാർത്ത പുറത്തു വന്നത് ഈ ദിവസങ്ങളിലാണ്. 1 വർഷവും അതിലേറെയും ഒക്കെയായി ജോലി ചെയ്യുന്ന ആളുകൾ, മലയാളികൾ ഉൾപ്പെടെയുണ്ട് എന്നതാണ്. അതിൽ ഉദയൻ എന്നൊരാളുടെ പ്രതികരണമാണ് കണ്ടത്. 1 വർഷമായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ മാസമാണ് രക്ഷിച്ചത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.